ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഏത് മലയാളമാണ് ശുദ്ധ മലയാളം? ഏറ്റവും കറക്റ്റായ മലയാളം ഏത് മലയാളമാണ്? ഏത് ജില്ലയിലോ ഏത് പ്രദേശത്തോ സംസാരിക്കുന്ന മലയാളമാണ് ശുദ്ധ മലയാളം? അപ്പം നിങ്ങളുടെ മനസ്സിൽ ചില ജില്ലകളുടെ പേരും അല്ലെങ്കിൽ ചില പ്രദേശങ്ങളുടെ പേരും വന്നേക്കാം, അതായിരിക്കും ശുദ്ധ മലയാളം എന്ന്. പക്ഷെ ശുദ്ധം അല്ലെങ്കിൽ കറക്റ്റ് മലയാളം എന്ന് ചോദിക്കുമ്പോൾ ഒരു ജില്ലയുടെ പേര് നിങ്ങൾക്ക് പറയാൻ സാധിക്കരുത്. കാരണം അങ്ങനെ ഒരു ജില്ലയിലെ ഭാഷയല്ലല്ലോ. അത് മാത്രമല്ലല്ലോ മലയാളം. മലയാളികൾ ഏതൊക്കെ പ്രദേശത്ത് അവരവരുടെ രീതിയിൽ അവർ കുറെ വർഷങ്ങളായിട്ട് സംസാരിക്കുന്ന മലയാളം ശുദ്ധ മലയാളമാണ്. അവർക്കത് ശുദ്ധ മലയാളമാണ്. നമ്മൾ വേറെ ഒരു നമുക്ക് ഇങ്ങനെ പോലും പറയാൻ പറ്റത്തില്ല, വേറെ ഒരു ഭാഷയിലെ വാക്കുകൾ എടുക്കാതെ നമ്മൾ സംസാരിക്കുവാണെങ്കിൽ അത് ശുദ്ധ മലയാളം എന്ന് പോലും പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഇന്ന് സംസാരിക്കുന്ന മലയാളത്തിൽ ഇഷ്ടം പോലെ സംസ്കൃതം നിന്ന് വരുന്ന വാക്കുകളുണ്ട്. അത് അറ്റ്ലീസ്റ്റ് നമുക്ക് അടുത്തങ്ങോണ്ട് കിടക്കുന്ന ഭാഷ എന്ന് പറയാം. പോർച്ചുഗീസിൽ നിന്നും മറ്റേ ഇംഗ്ലീഷിൽ നിന്നും ഒക്കെ വരുന്ന ഇഷ്ടം പോലെ വാക്കുകൾ ഇംഗ്ലീഷ് ഞാൻ പറയത്തില്ല, ബിക്കോസ് ഇംഗ്ലീഷ് നമുക്ക് അറിയാം ഇത് വേറൊരു ഭാഷയാണ്. പോർച്ചുഗീസിൽ നിന്നൊക്കെ വരുന്ന കുറെ വാക്കുകളുണ്ട് ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന മലയാളത്തിൽ. അപ്പോൾ ശുദ്ധ മലയാളം എന്ന് പറയുന്നത് ഒരു കുറച്ച് സെൻസ് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം അങ്ങനെ ഒരു മലയാളം ഇല്ല. മലയാളികൾ എവിടെ മലയാളം സംസാരിക്കുന്നോ അവരവരുടെ രീതിയിൽ സംസാരിക്കുമ്പോൾ അത് അത് ആണ് അത് മലയാളം. അതൊരു ശുദ്ധമോ അശുദ്ധം എന്ന് കേൾക്കുന്നത് തന്നെ ഒരു ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. പക്ഷെ നമുക്ക് ഇങ്ങനെ ചോദിക്കാം, ഇന്ന് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലും ഇന്ന് നമ്മൾ പത്രങ്ങളിലും അല്ലെങ്കിൽ ന്യൂസ് ചാനലിലും കേൾക്കുന്ന മലയാളം, ആ മലയാളം ഏത് ജില്ലകളിൽ സംസാരിക്കുന്ന മലയാളമാണ്? ദാറ്റ് മേക്സ് കുറച്ചുകൂടെ സെൻസ് ദാൻ ആസ്കിങ് ഏതാണ് ശുദ്ധ മലയാളം. അപ്പം അത് എനിക്ക് തോന്നുന്നു കുറെ ആൾക്കാർ അങ്ങനെ പറയുന്ന അച്ചടി ഭാഷ എന്ന് പറയുന്നത് ഈ കൊല്ലം ജില്ല, ആലപ്പുഴ ജില്ല, അവിടുത്തെ ചില പ്രദേശങ്ങളിലൊക്കെ കാണുന്നതാണ് അച്ചടി ഭാഷ. അത് ശരിയാ, അത് അച്ചടി ഭാഷ തന്നെയാണ്. പക്ഷേ അച്ചടി ഭാഷയാണോ കറക്റ്റായ മലയാളം? അതായത് ഇങ്ങനെയാണോ നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാമെങ്കിൽ എക്സ്ക്യൂസ് മീ, പക്ഷെ ഇങ്ങനെയാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഒരു കുറച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മൾ കേരളത്തിലേക്ക് പോകും. കേരളം എന്നൊരു ഡിസ്ട്രിക്റ്റ് ഒന്നുമില്ല, സ്റ്റേറ്റ് ഒന്നുമില്ല, ഇങ്ങനെ കറക്റ്റ് ഡിസ്ട്രിക്ട്സ് അങ്ങനെയൊന്നുമില്ല. പക്ഷെ എന്നാലും ആ കേരളം എന്ന് പറയുന്ന ആ പ്രദേശം കുറച്ച് കിങ്ഡംസ് ഉണ്ട്. ട്രാവൻകൂർ ഉണ്ട്, കൊച്ചിനുണ്ട്, അങ്ങനെ കുറെ കിങ്ഡംസ് ഒക്കെയുള്ള സ്ഥലത്തേക്ക് പോകുന്നു. അപ്പൊ അവിടെ സംസാരിക്കുന്നത് കുറേ പണ്ട് പോകരുത്, പിന്നെ ഭാഷ മാറിപ്പോവും. പക്ഷെ ആ പ്രദേശത്തൊക്കെ സംസാരിക്കുന്നത് എങ്ങനത്തെ മലയാളമായിരിക്കും? നമ്മൾ ഇന്ന് ഏഷ്യാനെറ്റ് ന്യൂസിൽ കേൾക്കുന്ന മലയാളമാണോ അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്? അപ്പം ഒരു കറക്റ്റ് ഏഷ്യാനെറ്റ് ന്യൂസും മലയാള മനോരമ മലയാളം ഉണ്ടായിരുന്നു, ഓക്കെ, ഇനീഷ്യലി തുടക്കത്തിൽ. എന്നിട്ട് ഓരോരോ ആൾക്കാരെ കൊണ്ട് കുറച്ച് മാറി പോയി. കുറെ പേര് തിരുവനന്തപുരത്ത് പോയി സെറ്റിലായി, കുറച്ച് പേര് തൃശ്ശൂർ, കാസർഗോഡ്, വയനാട് ഇവിടെയൊക്കെ പോയി. എന്നിട്ട് അവരൊക്കെ സംസാരിക്കാൻ കുറച്ച് മാറ്റങ്ങൾ വന്നു. ഈ കൊല്ലം, ആലപ്പുഴ, കോട്ടയം അവിടെ മാത്രമേ അവർ ശരിക്കും കറക്റ്റ് കണ്ടിന്യൂ ചെയ്തുള്ളൂ. അത് കേൾക്കുമ്പോൾ തന്നെ ഒരു പന്തികേടില്ലേ? അങ്ങനല്ല. ഈ ഓരോരോ സ്ഥലങ്ങളിൽ ഓരോരോ രീതിയിൽ അവർ സംസാരിക്കുന്നു. അവരുടെ നെയ്ബേഴ്സ് ആരാണ്, അവരാരുമായിട്ടാണ് ട്രേഡ് ചെയ്തത്, മറ്റ് ഭാഷകളുടെ ഇൻഫ്ലുവൻസ്, ഇതൊക്കെ കാരണം ഓരോരോ സ്ഥലത്ത് ഓരോരോ രീതിയിൽ സംസാരിക്കുന്നു. അപ്പൊ നമ്മൾ ഇപ്പോൾ ഒന്ന് ലോജിക്കലി ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. പക്ഷെ ഒരു പോയിന്റ് എത്തുമ്പോൾ ഈ മലയാളം ഇവരെല്ലാരും സംസാരിക്കുന്ന മലയാളമാണ്. പക്ഷെ അതിൽ കുറേ വെറൈറ്റീസ് ഉണ്ട്. പക്ഷെ നമുക്ക് എഴുതുമ്പോൾ പോയി എല്ലാ വെറൈറ്റിയിലും എഴുതാൻ പറ്റത്തില്ലല്ലോ എന്ന് വിചാരിച്ച ആൾക്കാര് കണ്ടുപിടിച്ചതാണ് ഒരു സ്റ്റാൻഡേർഡ് മലയാളം. അതിപ്പോ എല്ലാ ഭാഷയ്ക്കും ഉണ്ട്. ഇംഗ്ലീഷിനാണെങ്കിലും ഇറ്റാലിയനാണെങ്കിലും ഹിന്ദിക്കാണെങ്കിലും ഫ്രഞ്ചിനാണെങ്കിലും എല്ലാത്തിലും ഒരു സ്റ്റാൻഡേർഡ് ഭാഷ കാണും, അല്ലെ? അപ്പൊ അങ്ങനെ കണ്ടുപിടിച്ച ഭാഷ. അപ്പൊ ഒരു ഭാഷയുണ്ട്, ഒരു സ്റ്റാൻഡേർഡ് ഭാഷയുണ്ട്. സ്റ്റാൻഡേർഡ് ഭാഷയ്ക്ക് എന്താ പറയാ മലയാളത്തില്? മാനക ഭാഷ എന്ന് പറയും. അപ്പം ഒരു ഭാഷയുണ്ട്, മാനക ഭാഷ. അപ്പം ഈ ഭാഷ എന്ന് പറയുന്നത് എന്താണ്? എവിടൊക്കെയും ആൾക്കാര്, മലയാളികൾ എന്ന് സ്വയം വിശ്വസിക്കുന്ന ആൾക്കാര് സംസാരിക്കുന്നത് എല്ലാം മലയാളമാണ്. പക്ഷെ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്തുവാ, മാനക ഭാഷ എന്തുവാ? അതാണ് നമ്മൾ എഴുതാനും, അതായത് ഒഫീഷ്യലായ എല്ലാ കാര്യങ്ങൾക്കും
സ്കൂളിൽ പഠിപ്പിക്കുന്നത്, യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്നത്, അഡ്മിനിസ്ട്രേഷന്, ഭരണത്തിന് സംബന്ധമായ എല്ലാ ഡോക്യുമെന്റ്സും അങ്ങനെ എല്ലാത്തിലും നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയാണ് സ്റ്റാൻഡേർഡ് ഭാഷ. അതിപ്പം ഇപ്പം നിങ്ങൾ ഏത് ഭാഷയെക്കുറിച്ച് കൂടുതൽ പഠിച്ചാലും മനസ്സിലാവും, എല്ലാ ഭാഷയ്ക്കും ഉണ്ട് ഒരു സ്റ്റാൻഡേർഡ് ഭാഷയും പിന്നെ ഇഷ്ടം പോലെ അല്ലാത്ത ഭാഷകളും. ഇപ്പം ഇംഗ്ലീഷ് എടുക്കുവാണെങ്കിൽ തന്നെ ഇംഗ്ലീഷ് എവിടെയൊക്കെ സംസാരിക്കപ്പെടുന്നു. ഓസ്ട്രേലിയ സംസാരിക്കും, അയർലൻഡ് സംസാരിക്കും, സ്കോട്ട്ലൻഡിൽ സംസാരിക്കും, സൗത്ത് ആഫ്രിക്കയിൽ സംസാരിക്കും, അമേരിക്കയിൽ സംസാരിക്കും, എല്ലായിടത്തും ഇംഗ്ലീഷ് സംസാരിക്കും. പക്ഷെ എന്ന് വെച്ച് ആഫ്രിക്കൻ അമേരിക്കൻ ഇംഗ്ലീഷ് ഉണ്ട്, അതായത് ആഫ്രിക്കൻ അമേരിക്കൻ സംസാരിക്കുന്ന ടൈപ്പ് ഓഫ് ഇംഗ്ലീഷ് ഉണ്ട്. അവര് നമ്മൾ ഇന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിന്റെ ഗ്രാമാറ്റിക്കൽ റൂൾസ് പോലും അല്ല അവർ യൂസ് ചെയ്യുന്ന റൂൾസ്. നമുക്ക് സാധാരണ ഒരു റൂൾ ഉണ്ട്, അറിയോ? നമ്മൾ ഡബിൾ നെഗറ്റീവ്സ് യൂസ് ചെയ്യില്ല. ഡബിൾ നെഗറ്റീവ്സ് യൂസ് ചെയ്താൽ കണക്കിൽ പോലെ ഡബിൾ നെഗറ്റീവ്സ് യൂസ് ചെയ്താൽ പോസിറ്റീവ് ആവും. നമ്മൾ അങ്ങനെ യൂസ് ചെയ്യില്ല അൺലെസ് അത് സ്ട്രെസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക സംതിങ്. പക്ഷെ സംഭവം മീൻസ് ഡബിൾ നെഗറ്റീവ് യൂസ് ചെയ്താൽ അത് പോസിറ്റീവ് ആയി പോകും. പക്ഷേ ആഫ്രിക്കൻ അമേരിക്കൻ ഇംഗ്ലീഷിൽ ഡബിൾ നെഗറ്റീവ് യൂസ് ചെയ്താലും ഒരു പ്രശ്നമില്ല, കാരണം അതിൽ നെഗറ്റീവ് മീനിങ് തന്നെ വരും. എൻ്റെ കയ്യിൽ ഇല്ലെന്ന് പറയുന്നത്, എൻ്റെ കയ്യിൽ ഒരു സാധനം ഇല്ല എന്ന് നമ്മൾ പറയുമ്പോൾ ഐ എയിൻ ഗോട്ട് നത്തിങ് എന്ന് പറഞ്ഞത് കുഴപ്പമില്ല അവരുടെ ഭാഷയിൽ, ആ ഇംഗ്ലീഷിന്റെ വെറൈറ്റിയിൽ. കാരണം അത് അവർക്ക് കറക്റ്റ്, അവരുടെ റൂൾസ് കുറച്ച് വേറെ. ഓക്കെ, അപ്പം ഞാൻ എന്താ പറഞ്ഞു തന്നെ, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്. ഇത് എത്ര വീഡിയോയിൽ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഞാൻ സംസാരിക്കാൻ തുടങ്ങിയാൽ നിർത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിക്കൊണ്ട് ചിലപ്പോൾ ഇത് ഞാൻ ബ്രേക്ക് ചെയ്ത് കുറച്ച് കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആക്കി ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ മനസ്സിലാക്കിയേ? ഒരു ഭാഷ കാണും, ഒരു മാനക ഭാഷ കാണും. ഭാഷ എന്തുവാ? ഇപ്പൊ കണ്ണൂർ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ സ്ലാങ് എന്ന് പറയില്ലേ, കണ്ണൂർ സ്ലാങ്, തൃശ്ശൂർ സ്ലാങ്, ഇത് അല്ലെങ്കിൽ കറക്റ്റ് നമ്മൾ യൂസ് ചെയ്യേണ്ട വേർഡ് ഡയലക്ട്. ഇപ്പൊ കണ്ണൂർ ഡയലക്ട് ആണെങ്കിലും തൃശ്ശൂർ ഡയലക്ട് ആണെങ്കിലും തിരുവനന്തപുരം ആണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും ഈ ഡയലക്ട് എല്ലാം മലയാളം തന്നെയാണ്. അതൊക്കെ കംസ് അണ്ടർ ഭാഷ. പക്ഷെ then we have a standard language which is മാനക ഭാഷ. അത് എന്തിനാണ് നമ്മൾ മനസ്സിലാക്കി, നമ്മൾ എന്തിനാ അത് കണ്ടുപിടിക്കുന്നത്? കാരണം നമുക്ക് കുറെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു യൂണിഫോമിറ്റി വേണം. എല്ലാവരും നമ്മൾ കേരളം ഒരു ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ് ആണ്. അതായത് കേരളം, തമിഴ്നാട്, കർണാടക, ഇതൊക്കെ ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ് ആണ്. ഇൻ ദ സെൻസ് ഇവിടെ ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടുന്ന ഒരു ഭാഷയുടെ പേരിലാണല്ലോ നമ്മൾ ഒരു സ്റ്റേറ്റ് ആയിട്ട് വരുന്നത്. എന്ന് വെച്ചാൽ മറ്റേ കേരളത്തിൽ മലയാളം മാത്രമാണോ സംസാരിക്കുന്നത്? മലയാളം മാത്രമല്ല, അതായത് വേറെ സംസ്ഥാനത്ത് നിന്ന് വരുന്ന കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്. ഒറിജിനലി കേരളത്തിൽ താമസിക്കുന്ന ആൾക്കാർ, എത്രയോ ഇൻഡിജിനസ് ആയ ആൾക്കാരുണ്ട്, ആദിവാസി കമ്മ്യൂണിറ്റീസ്, അവരൊക്കെ സംസാരിക്കുന്ന ഭാഷ വേറെയാണ്. പക്ഷെ അല്ലെങ്കിൽ പൊതുവെ നമ്മളൊരു ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ് ആണ് കേരളത്തിലെ ആൾക്കാർ മലയാളം സംസാരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റിന് ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ പോകുമ്പം ഓരോരോ പ്രദേശത്ത് വരുമ്പോൾ ഓരോരോ രീതിയിൽ എഴുതരുത്. അതായത് ഞാൻ എഴുതുന്ന മലയാളവും നിങ്ങൾ എഴുതുന്ന മലയാളവും രണ്ട് സ്ക്രിപ്റ്റ് ആണെങ്കിൽ, രണ്ട് ലിപി ആണെങ്കിൽ ഒരു ബുദ്ധിമുട്ടായിരിക്കത്തില്ലേ? ഒരു സ്റ്റേറ്റിലെ നമ്മളെങ്ങനെ ഒരുമിച്ച് എങ്ങനെ നമ്മൾ അതിനെ ഭരിക്കാൻ പറ്റും? അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് വരും അല്ലേ? അപ്പോൾ ഇതിനെപ്പറ്റി നമുക്ക് എപ്പോഴെങ്കിലും സംസാരിക്കാം. അതിപ്പം ഏത് ഭാഷയാണെങ്കിലും ഒരു സ്റ്റാൻഡേർഡൈസേഷൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ട്. 4 സ്റ്റേജ് ഉണ്ട്. ആദ്യത്തെ സ്റ്റേജസ് നമ്മൾ കുറേ വെറൈറ്റി ഓഫ് മലയാളത്തിൽ നിന്ന് ഒരു മലയാളം എടുക്കും. എന്നിട്ട് പറയും ഈ മലയാളം ഇതാണ് നമ്മൾ സ്റ്റാൻഡേർഡ് മലയാളമായിട്ട് ഇന്നോട്ട് അല്ലെ ഇനി തൊട്ട് കാണാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ഇത് ദിവസങ്ങളോ ആഴ്ചകളോ വർഷങ്ങളോ കൊണ്ട്, വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രോബ്ലി ടേക്ക് ഡെക്കേഡ്സ് അല്ലെങ്കിൽ സെഞ്ചുറീസ് കൊണ്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പം അന്ന് മലയാളത്തിന്റെ കാര്യത്തിൽ ആരൊക്കെയോ എടുത്ത തീരുമാനത്തിന്റെ ഫലമായാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന മലയാളം, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ അച്ചടി ഭാഷ എന്ന് പറയുന്ന മലയാളം പ്രോബ്ലി ഈ കൊല്ലത്തോ ആലപ്പുഴയിലോ ഒക്കെ അവിടെ സംസാരിച്ചിരുന്ന മലയാളമായിരിക്കും. നമ്മളത് കാസർഗോഡ് പോയി എടുത്തിരുന്നെങ്കിൽ അതായിരുന്നേനെ അച്ചടി ഭാഷ അല്ലേ? അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്. അപ്പം ഒറ്റൊരു കാര്യം കൂടെ പറയുന്നതിനെ പറ്റി, യൂഷ്വലി നമ്മൾ അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഭാഷ എടുക്കാൻ ഞാൻ എന്താ പറഞ്ഞത്, ആദ്യം നമ്മളൊന്ന് സെലക്ട് ചെയ്യും, എന്നിട്ട് കുറച്ച് 2 സ്റ്റേജൂടെ കഴിഞ്ഞ് ലാസ്റ്റ് സ്റ്റേജ് എത്തും ജസ്റ്റ് അക്സെപ്റ്റൻസ്. എല്ലാവരും അക്സെപ്റ്റ് ചെയ്യും, ഇതാണ് അച്ചടി ഭാഷ, ഇതാണ് മാനക ഭാഷ എന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ ഇത് കുറേ വർഷങ്ങളോട് നടക്കുന്ന കാര്യമായിക്കൊണ്ട് യൂഷ്വലി വാട്ട് ഹാപ്പൻസ് ഇസ് അവിടെ എത്തുമ്പോഴത്തേക്ക് നമ്മൾ മറന്നു പോകും നമ്മൾ ഈ പരിപാടിയൊക്കെ ചെയ്തു എന്ന്. പിന്നെ നമ്മൾ വിചാരിക്കും ഇതാണ് ശരിക്കുള്ള ശുദ്ധമായ മലയാളം അല്ലെ, ശരിക്കുള്ള മലയാളം എന്ന് അല്ലെ. അപ്പോൾ ഇത് വേറെ ഭാഷകളുടെ കാര്യം പറയാം. ഫോർ എക്സാമ്പിൾ
ഇറ്റാലിയൻ. ഇറ്റാലിയൻ കുറെ ഇറ്റാലിയൻ ഉണ്ട്. പക്ഷെ ഏത് ഇറ്റാലിയൻ ആണ് സ്റ്റാൻഡേർഡ് ഇറ്റാലിയൻ? അത് ഫ്ലോറന്റൈൻ വെറൈറ്റി ഇറ്റാലിയൻ ആണ്. എന്തുകൊണ്ട്? കുറെ പ്രമുഖരായ എഴുത്തുകാർ എഴുതിയിരുന്നത് ആ ഇറ്റാലിയനിലാണ്. വേറൊരു ഭാഷയുടെ പേര് പറയുകയാണെങ്കിൽ ഫ്രഞ്ച്. ഫ്രഞ്ച് നിങ്ങൾ തന്നെ ആലോചിക്കുക, ഇവിടുത്തെ ഫ്രഞ്ച് ആയിരിക്കും ഫ്രഞ്ച് അല്ല സ്റ്റാൻഡേർഡ് ഫ്രഞ്ച്. അത് പാരീസ് സംസാരിച്ച ഫ്രഞ്ച് ആയിരിക്കും സ്റ്റാൻഡേർഡ് ഫ്രഞ്ച്. വൈ? ബിക്കോസ് അവിടെ ആയിരുന്നു പൊളിറ്റിക്കൽ പവർ. അങ്ങനെ നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ എല്ലായിടത്തും ഇപ്പൊ ഇംഗ്ലീഷ് എടുക്കുകയാണെങ്കിൽ തന്നെ ലണ്ടനിലെ ഇംഗ്ലീഷ് എന്താ പ്രോപ്പർ ഇംഗ്ലീഷ് ആയിട്ട് പറയുന്നത്? പ്രോപ്പർ ഇംഗ്ലീഷ് ആയിട്ട് പറയുന്നത്. ബിക്കോസ് അവിടെ ആയിരുന്നു കുറെ പ്രിന്റിംഗ് പ്രസ് എഡ്യൂക്കേഷൻ അതൊക്കെ അവിടുന്ന് വരുന്നോണ്ട് അത് പ്രോപ്പർ ഇംഗ്ലീഷായി. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ചാലേ ഉള്ളൂ, മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. അതായത് എന്തൊക്കെയോ അതോറിറ്റി പവർ ഒക്കെ അടുത്ത് വരുന്ന, അതായത് അതുള്ള ആൾക്കാർ ഒന്നെങ്കിൽ പവർ അല്ലെങ്കിൽ അതോറിറ്റി ഉള്ള ആൾക്കാർ സംസാരിച്ചിരുന്ന വെറൈറ്റിയാണ് നമ്മൾ പൊതുവെ സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കുന്നത്. നമുക്ക് അതിനെപ്പറ്റി കുറച്ചുകൂടെ പിന്നെ സംസാരിക്കാം. പക്ഷെ വേറൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ പിന്നെ മലയാളം ഒരു മലയാളമില്ല, കുറെ മലയാളങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ശുദ്ധ മലയാളമില്ല, കുറെ മലയാളങ്ങൾ ഉണ്ടായിരുന്നു. ഒരു മാനക ഭാഷയായിട്ട് നമ്മൾ എടുത്തത് ഒരു വെറൈറ്റി. അപ്പം അതിനെപ്പറ്റി പറയുമ്പോൾ നമ്മളെല്ലാവരും മലയാളികൾ എന്ന നിലയിൽ ഞാൻ നാട്ടിൽ സ്കൂളുകളിൽ ഇത് പഠിപ്പിക്കുന്നുണ്ടോന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്നോട്ടാണ് മലയാളമായത്? അതായത് അതിനു മുമ്പ് അത് വേറെ ഏതോ ഭാഷയായിരുന്നു. ഇന്ന് നമ്മൾ കേൾക്കുന്നത്, നമ്മൾ സംസാരിക്കുന്ന മലയാളം അതെന്താണ് ഉണ്ടായത്? ഒബ്വിയസ്ലി ഒരു ഡേറ്റ് പറയാൻ പറ്റത്തില്ല, ഒരു വർഷം പോലും പറയാൻ പറ്റത്തില്ല. കാരണം ഇതൊന്നും ഒരു റെവല്യൂഷന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യമല്ല. ഒരു ദേശത്തിന് ഒരു കൺട്രിക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന എങ്ങനെയാ? ആരെങ്കിലും വന്ന് ഭരിക്കുന്നുണ്ടായിരിക്കും. അവരെ നമ്മൾ തിരിച്ച് അവരുടെ നാട്ടിലേക്ക് പറഞ്ഞു വിടുമ്പോൾ നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടി. അപ്പൊ പിന്നെ നമുക്കൊരു ഡേറ്റ് അറിയാം ഇന്നാ കിട്ടിയെന്ന്. പക്ഷെ അപ്പൊ അവിടെ ഒരു റെവല്യൂഷൻ ഉണ്ടായിരുന്നേനെ. പക്ഷെ ഭാഷയുടെ കാര്യത്തിൽ അത് വരത്തില്ല. ഭാഷയുടെ കാര്യത്തിൽ എവല്യൂഷൻ മാത്രമേ വരത്തുള്ളൂ. കുറച്ചായിട്ട് പതുക്കെ മാറിക്കാണും. അപ്പൊ പിന്നെ കുറെ നാൾ കഴിയുമ്പോൾ വേറൊരു ഭാഷയായി മാറി. അങ്ങനെ. അപ്പോ കുറെ പേര് പറയും മലയാളം ഒരു 9th സെഞ്ചുറി സമയത്താണ് ഉണ്ടായത്. വേറെ കുറെ ആൾക്കാർ പറയും 12th സെഞ്ചുറി. അതൊരു വേറെ ക്വസ്റ്റ്യൻ എന്നാ ഉണ്ടായെന്ന്. പക്ഷേ മലയാളത്തിന് ഇത്രയും നാൾ മുമ്പ് വരെ മലയാളം തമിഴായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസമോ കുറച്ച് നാളുകൾ കൊണ്ട് തമിഴിൽ നിന്ന് സ്പ്ലിറ്റായി. തമിഴ് വേറെ മലയാളം വേറെ. അങ്ങനെ ഒരു സംഭവം അല്ല. നമ്മൾ പുറകോട്ട് പോവുകയാണെങ്കിൽ മലയാളത്തിന്റെ പുറകിൽ എന്തായിരുന്നു, അതിന് മുമ്പ് എന്തായിരുന്നു, അങ്ങനെ പോവുകയാണെങ്കിൽ ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് ഇത് മലയാളമല്ല, ഇത് വേറെ ഏതോ ഭാഷ. അപ്പം നമ്മുടെ ആൻസെസ്ട്രൽ ഭാഷ, ഏറ്റവും പുറകിലുള്ള ആൻസെസ്ട്രൽ ഭാഷ നോക്കുകയാണെങ്കിൽ, അതിന്റെ പുറകോട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി പ്രോട്ടോ ദ്രവീഡിയൻ ഭാഷ അല്ലെങ്കിൽ പ്രോട്ടോ ദ്രാവിഡ ഭാഷ. പ്രോട്ടോയ്ക്ക് മലയാളം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പ്രോട്ടോ എന്ന് പറഞ്ഞാൽ ഓൾഡ്, അതായത് ഓൾഡ്, ഒറിജിനൽ, ഏർലിയർ, അങ്ങനത്തെ വേർഡാണ് പ്രോട്ടോ ദ്രാവിഡ ഭാഷ. വൺ ഓഫ് ദ ദ്രാവിഡ ഭാഷയാണ് മലയാളം. വേറെ ദ്രാവിഡ ഭാഷകൾ ഏതാ? തമിഴ് ദ്രാവിഡ ഭാഷ, കന്നഡ, തുളു, കൊടവ, ഇഷ്ടംപോലെ ദ്രാവിഡ ഭാഷകളുണ്ട്. കുറെ ഇൻഡിജിനസ് ഭാഷകളൊക്കെ ദ്രാവിഡ ഭാഷകളാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും പുറകോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് പ്രോട്ടോ ദ്രാവിഡ ഭാഷ കിട്ടും. അതിൽ നിന്ന് അപ്പം എത്ര വർഷത്തെ മുമ്പത്തെ കാര്യം ഞാൻ ഈ പറയുന്നത്? ഒരു 4500 6000 വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യം. അത് കഴിയും. അപ്പം ഓക്കെ, മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനത്തെ ഒരു ഭാഷ എങ്ങും എഴുതിയിട്ടില്ല. ഒരു റെക്കോർഡിങ്സും ഒന്നുമില്ല ഇതിനെപ്പറ്റി. കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുന്നോണ്ട് ഞാൻ പെട്ടെന്ന് എൻ്റെ വായി വന്നത്. നിങ്ങൾ വോയിസ് റെക്കോർഡിംഗ് എന്ന് പെട്ടെന്ന് വിചാരിക്കരുത്. ഞാൻ ഉദ്ദേശിച്ചത് അത് റെക്കോർഡ് ചെയ്തിട്ടില്ലെന്നു. പക്ഷെ അപ്പൊ അതെങ്ങനെ വരിക? അത് റീകൺസ്ട്രക്ട് ചെയ്തതാണ്. നമ്മൾ കുറേ ഈ ഭാഷകളെല്ലാം, എനിക്കൊന്നും ഇന്നൊരു 80 or 60 എനിക്കൊരു സംശയം. പക്ഷേ എനിവേ അത്രയും ദ്രാവിഡ ഭാഷകളുണ്ട്. അപ്പൊ അത് അവരെല്ലാരും കൂടെ നമ്മൾ ഇരുന്ന് പഠിക്കുമ്പോൾ നമ്മൾ പുറകോട്ട് വർക്ക് ചെയ്ത് എത്തുമ്പോൾ അതൊരു പ്രോട്ടോ ദ്രാവിഡ ഭാഷയായിരിക്കും. റൈറ്റ്? അപ്പം നമുക്ക് ഇനീഷ്യലി ഒരു പ്രോട്ടോ ദ്രാവിഡ ഭാഷയുണ്ട്.
പിന്നെ ഇത് ഡൈവേഴ്സിഫൈ ആയി അതിന് കുഞ്ഞുങ്ങളുണ്ടാവും, ഓരോരോ ബ്രാഞ്ചസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു വലിയ ബ്രാഞ്ചിന്റെ അവസാനം നിൽക്കുന്ന ആൾക്കാരാണ് മലയാളം. അതായത് പ്രോട്ടോ ദ്രാവിഡ, പിന്നെ പ്രോട്ടോ സൗത്ത് ദ്രവീഡിയൻ ആയി, പിന്നെ അവിടുന്ന് പ്രോട്ടോ തമിഴ് മലയാളമായി. അപ്പം അത് തന്നെ അതിന്റെ ഇടയ്ക്ക് എവിടെയോ പ്രോട്ടോ തമിഴ് കന്നഡയുണ്ട്, അത് സ്പ്ലിറ്റ് ആയിപ്പോയി, കന്നഡ അപ്പൊ സ്പ്ലിറ്റ് ആയിപ്പോയി. പിന്നെ അവസാനം വന്നപ്പോൾ പ്രോട്ടോ തമിഴ് മലയാളം, പിന്നെ അവിടുന്ന് ഒരു മലയാളം ഒരു ബ്രാഞ്ചായി, അതിന്റെ താഴെ ഒരു പ്രോട്ടോ തമിഴ് വന്നു, പ്രോട്ടോ തമിഴിന്റെ താഴെയാണ് ഇപ്പോഴത്തെ തമിഴ്, മോഡേൺ തമിഴ്. സോ ഇങ്ങനെ കുറെ ഭാഷകൾ റീകൺസ്ട്രക്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ആൻസെസ്റ്റർ ഇസ് പ്രോട്ടോ ദ്രാവിഡ ഭാഷ അല്ലെ. ഓൾസോ ഹൗ ഡു യു ഇതൊന്നും എഴുതിയിട്ടില്ല, അതൊക്കെ നമ്മൾ കണ്ടുപിടിച്ച്, ഈ ലിംഗ്വിസ്റ്റ് ആൾക്കാർ കണ്ടുപിടിച്ചാണല്ലോ. അപ്പൊ നമ്മൾ എഴുതി വെക്കാത്ത, റെക്കോർഡിങ്സ് ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? that's very interesting. ഇതിനെപ്പറ്റി ആലോചിക്കുകയാണ്. that's called a comparative method. അതായത് ഇപ്പൊ നിങ്ങള് മറ്റേ തേന്മാവിൻ കൊമ്പത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ആക്ച്വലി ഒരു സെൻസ് ഉണ്ട്. അപ്പൊ അവിടെ എന്താ പറ്റിയത്, മോഹൻലാൽ ഒരു സ്ഥലത്ത് ചെന്ന്, ഏതോ ഒരു സ്ഥലത്ത്, ഒരു മൈസൂർ അങ്ങനെ ഒരു സ്ഥലത്ത് ചെന്നപ്പോ പുള്ളി വിചാരിച്ചു എല്ലാത്തിൻ്റെയും കൂടെ ലാ ചേർത്ത ഇവരുടെ ഭാഷയായി. അപ്പൊ അത് ആക്ച്വലി കുറച്ച് സെൻസ് ഉണ്ട് ആ കാര്യത്തിൽ. പക്ഷെ അത്രയും അങ്ങ് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റത്തില്ല, ഭാഷയല്ലേ. പക്ഷെ ഇപ്പോ കന്നഡയില് ബ, മലയാളത്തില് വ, കുറേ വാക്കുകൾക്ക് ഈ ഒരു വ്യത്യാസമേ ഉള്ളൂ. അങ്ങനെ ആകുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യമല്ല, ലിംഗ്വിസ്റ്റ് പറയാം. അപ്പൊ അവര് വിചാരിക്കും ഇതിനൊരു പാറ്റേൺ ഉണ്ടോ, എവിടൊക്കെ മലയാളത്തിൽ ചില സാഹചര്യത്തിൽ വാ വരുന്നു അവിടെ തന്നെയാണ് കന്നഡയില് ബ. അപ്പൊ പിന്നെ ഇതൊരു പാറ്റേൺ, അതായത് കന്നഡയും മലയാളവും തമ്മിൽ, അല്ലെ മലയാളവും തമിഴും ഒരു ഒന്നാക്കി വെക്കുവാണെങ്കിൽ ഇവര് തമ്മിലും നമ്മുടെ കന്നഡയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഈ വാ ബായാവുന്നു. ആൻഡ് ദാറ്റ് ഈസ് ട്രൂ, ബിക്കോസ് നമ്മൾ മലയാളത്തിൽ വാ എന്ന് പറഞ്ഞ എന്താ, വാ, വരൂ, വാ. ആ വാ, അതേ വാ നമ്മൾ കന്നഡയിൽ ചെല്ലുമ്പം ബാ എന്ന് പറഞ്ഞാൽ മതി. മലയാളത്തിൽ വരെ ബാ എന്ന് പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ വെറുതെ സംസാരിച്ച് ബായാക്കിയതാന്ന്. അല്ലെങ്കിൽ ചിലപ്പോൾ നോർത്ത് കേരളയിലൊക്കെ കന്നഡ ഇൻഫ്ലുവൻസ് ഉള്ളപ്പോൾ ചില സമയത്ത് അങ്ങനെ ആയിരിക്കും പറയുന്നത്, പക്ഷെ പറയുന്നത് ബ. അങ്ങനെ എനിക്ക് കുറെ കാര്യങ്ങൾ തോന്നിയിട്ടുണ്ട്. നമ്മൾ വെണ്ണ എന്ന് പറയും, ഇവര് ബെന്നെ എന്ന് പറയും. വെണ്ണ, ഇവര് ബെന്നെ ദോശ, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ തന്നതാ കമ്പാരിറ്റീവ് മെത്തേഡ് എന്ന്. അപ്പം ഈ പറഞ്ഞ അത്ര സിമ്പിൾ ആയിട്ട് ഞാൻ പറയാൻ പറ്റത്തില്ല. പക്ഷെ ഒരു കാര്യം അല്ല എന്ന് ഞാൻ പറയാം, അത് ഇങ്ങനല്ല അവർ റീകൺസ്ട്രക്ട് ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. ഏതാണെന്നറിയാവോ, വേറൊരു ഭാഷയിലുള്ള വാക്ക് ഇവിടെ ഉണ്ടെന്ന് വെച്ച് ആ ഭാഷയും തമ്മിൽ ഒരു കോമൺ ആൻസെസ്റ്റർ ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷിന് ഇഷ്ടം പോലെ ലാറ്റിൻ വേർഡ്സ് ഉണ്ട്, ഇഷ്ടം പോലെ ലാറ്റിൻ മാത്രമല്ല, വേറെ ഏതാ ഫ്രഞ്ച് വേർഡ്സ് ഉണ്ട് ഇംഗ്ലീഷിൽ. എന്ന് വെച്ച് ഒരു റൊമാൻസ് ലാംഗ്വേജ് ആണോ ഇംഗ്ലീഷ്? റൊമാൻസ് ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ കുറെ ലാംഗ്വേജസ് ഉണ്ട്, ഫ്രഞ്ച് ഉണ്ട്, ലാറ്റിൻ ഉണ്ട്, സ്പാനിഷ് ഉണ്ട്, കുറെ ലാംഗ്വേജസ്. ഇപ്പൊ ലാറ്റിൻ ആരും സംസാരിക്കാറ് പോലും ഇല്ല, പക്ഷെ ഇപ്പൊ സംസാരിക്കുന്ന കുറെ ഭാഷകളിൽ ഇതൊക്കെ ഉണ്ട്, മറ്റേ ഫ്രഞ്ച്, സ്പാനിഷും ഒക്കെ. പക്ഷെ ഇംഗ്ലീഷ് അവരുമായിട്ട് ആ ഫാമിലി പെടുന്ന ഭാഷയല്ല ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് വരുന്ന ഏത് ഫാമിലി എന്നറിയോ? ജർമാനിക് ഫാമിലിയിലാണ്, ജർമ്മനായിട്ട് റിലേറ്റഡ് ആണ്. അപ്പം ഇംഗ്ലീഷ് ഇസ് എ ജർമാനിക് ലാംഗ്വേജ്, പക്ഷെ ഇഷ്ടം പോലെ ലാറ്റിൻ വേർഡ്സ് ഉണ്ട്. അപ്പം ആൻസെസ്ട്രി ഒരു കാര്യം, നമ്മൾ ബോറോ ചെയ്യുന്ന ഒരു കാര്യം, ആൻഡ് ഭാഷകൾ ബോറോ ചെയ്യും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ. മലയാളം ആണെങ്കിൽ നമ്മളിപ്പോ ഒരു ദ്രാവിഡ ഭാഷയാണ്, നമുക്ക് ഇഷ്ടം പോലെ സംസ്കൃതം വാക്കുകളുണ്ട്, ഇഷ്ടം പോലെ സംസ്കൃത വാക്കുകൾ. പക്ഷെ സംസ്കൃതത്തിൽ നിന്ന് ഉണ്ടായി വന്നതല്ല മലയാളം. നമ്മൾ കുറെ ഭാഷകൾ ഇങ്ങനെ ഇരുന്ന് കമ്പയർ ചെയ്ത് റീകൺസ്ട്രക്ട് ചെയ്യും. ജസ്റ്റ് വേർഡ്സ് അവിടെ ഇവിടെയും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും എടുത്തു കാണും, പക്ഷെ എന്നാലും ദിൽ ബി വെരി കെയർഫുൾ ദാറ്റ് ഒരു കോമൺ വേർഡ് അവിടെ ഇവിടെയും കണ്ടെന്ന് വെച്ച് അത് ഒരു ഫാമിലി പെട്ട ലാംഗ്വേജസ് ആവണമെന്നേ ഇല്ല, അല്ലേ? ഇപ്പം എനിക്ക് തോന്നുന്നു എവിടോ, എനിക്കൊന്ന് പോർച്ചുഗീസ് ആണെന്ന് എനിക്ക് ഉറപ്പില്ല, പക്ഷെ പോർച്ചുഗീസ് ആണെന്ന് തോന്നുന്നു, മേശ, ടേബിൾ, മേശ. അവരുടെ പോർച്ചുഗീസിലും മേശയ്ക്ക് മേശ തന്നെയാ പറയുന്നത്, നമ്മുടെ നാട്ടിലും മേശ എന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളത് അവിടെ നിന്ന് ബോറോ ചെയ്താന്ന്. പക്ഷെ എന്ന് വെച്ച് നമ്മൾ രണ്ടുപേരും ഒരു ഫാമിലിക്കാരാണോ? അല്ല, നമ്മളൊരു ഫാമിലിക്കാരല്ല. പക്ഷെ എന്തൊക്കെയോ വേറെ വ്യത്യാസങ്ങളുണ്ട്.
അല്ലെ? ഇപ്പം പറഞ്ഞ സ്ഥിതിക്ക് ഈ സൗണ്ട് അപ്പം എങ്ങനെ മാറും? ഇപ്പൊ നമുക്ക് മനസ്സിലായി മലയാളത്തിലും കന്നഡയിലും തമ്മിൽ ഒരു കുറേ സ്ഥലത്തുണ്ട് ബായാവും. അപ്പം ഈ സൗണ്ട് എങ്ങനെ മാറുന്നത്? ഒരു 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 മല നമ്മൾ കയറി ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഒരു പുഴ നീന്തി കിടക്കുമ്പോഴോ സൗണ്ട് മാറുമോ? ആക്ച്വലി അത് ശരിയാ, ഒരു ജോഗ്രഫി പ്ലേസ് റോൾ. പക്ഷെ ഇങ്ങനത്തെ കാര്യത്തിലല്ല. ഇങ്ങനെയുള്ള മലയും കുന്നും പുഴയൊക്കെ വരുമ്പോൾ ആൾക്കാർ സെപ്പറേറ്റ് ആവുമല്ലോ. അവര് തമ്മിൽ അത്ര ഇന്ററാക്ഷൻ വരാത്തപ്പം അങ്ങനെ മാറിപ്പോവും. അതായത് ഇപ്പൊ ഒരു പുഴയുടെ ഇപ്പുറത്ത് ആരോ എന്തോ ഒരു ചെറിയ ഡിഫറൻസ് കൊണ്ടുവന്നു, ബാക്കി എല്ലാവരും സംസാരിക്കാൻ തുടങ്ങി, പിന്നെ അതങ്ങ് സംസാരിച്ചങ്ങ് മാറിപ്പോയി. ആ അപ്പുറത്തെ പുഴയിലെ അപ്പുറത്തെ ആൾക്കാർക്ക് ഇതുവരെ അത് മനസ്സിലായിട്ടില്ല. വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ പള്ളി. അതായത് നമ്മള് തേന്മാവൻ കൊമ്പത്തില് അവരുടെ സ്ഥലത്തിന്റെ പേര് ശ്രീഹല്ലി. അപ്പോൾ അവിടെ ഹല്ലി എന്ന് പറയുന്നത് എന്തുവാ? ഒരു വില്ലേജ്. അതിന്റെ മീനിങ്. അപ്പം മലയാളത്തില് ഇത് കുറച്ച് ക്വസ്റ്റ്യനബിൾ ആണ്. കാരണം നമ്മുടെ നാട്ടിൽ പൊതുവെ ഇപ്പൊ പള്ളി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഒന്നെങ്കിൽ ക്രിസ്ത്യൻ പള്ളികൾ അല്ലെങ്കിൽ മുസ്ലിം പള്ളികൾ, അല്ലെ? മോസ്ക് അല്ലെങ്കിൽ ചേർച്ചസിനെയാണ് പള്ളി എന്ന് പറയുന്നത്. പക്ഷെ അപ്പം എനിക്കത്ര കൺവിൻസ്ഡ് ആയിട്ട് പറയാൻ പറ്റത്തില്ല കരുനാഗപ്പള്ളിയിലെ പള്ളിയും അല്ലെങ്കിൽ കാഞ്ഞിരപ്പള്ളിയിലെ പള്ളിയും ഒക്കെ ഒരു ദേ ആർ റെഫറിങ് ടു ഈ വില്ലേജ് ഹല്ലി പള്ളി അതാന്ന് എനിക്ക് അത്ര ഉറപ്പോടെ പറയാൻ പറ്റത്തില്ല. ചിലപ്പം ഏതെങ്കിലും പള്ളി അവിടെ ഉണ്ടായിരുന്നോന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ പറഞ്ഞു വന്നത് ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. മലയാളത്തില് ചില സ്ഥലത്ത് പാ വരുമ്പോ അതേ സ്ഥലത്ത് ഹാ വരുന്ന ഒരു ടെൻഡൻസിയും ഉണ്ട്. ഫോർ എക്സാമ്പിൾ മലയാളത്തിൽ പണം, തമിഴിൽ കന്നഡയിൽ അതിന് ഹണ എന്ന് പറയും. അപ്പം എവിടൊക്കെയോ അങ്ങനെ ഒരു സാമ്യമുണ്ട്. അപ്പൊ ഞാൻ എന്താ പറഞ്ഞു വന്നേ? ഞാൻ പറഞ്ഞു വന്നത് കുറെ വാക്കുകൾ നമ്മൾ ഭാഷകൾ തമ്മിൽ നോക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ തമിഴ് പറയുവാണെങ്കിൽ തമിഴില് നമ്പർ 2 തമിഴിന് എങ്ങനെയാ പറയുന്നത്? ഇരണ്ട്. നമ്മളെങ്ങനെ പറയുന്നത്? രണ്ട്. ആകെ ഒരു വ്യത്യാസം ആ തുടക്കത്തിലെ ഈ ആണ്. നമുക്ക് ഈ വേണ്ട, അവർക്ക് ഈ വേണം. ഇപ്പം അല്ലെങ്കിൽ മൂന്നെടുക്ക്, മൂന്ന് അവരെങ്ങനെ പറയുന്നത്? മൂன்று. അവരുടെ നമുക്ക് ന്. അപ്പം കുറെ സിസ്റ്റമാറ്റിക് ആയിട്ട് കുറച്ച് പാറ്റേൺസ് ഉണ്ട്, അല്ലെ? അപ്പൊ ചില സ്ഥലത്ത് അതായത് കൺസിസ്റ്റന്റ്ലി കുറെ എക്സാമ്പിൾസ് കാണും ഇങ്ങനെയുള്ളത്. അപ്പം ദാറ്റ് ഈസ് വൺ വേ ദാറ്റ് യു ക്യാൻ ലുക്ക് അറ്റ് റീകൺസ്ട്രക്ടിങ് ഒരു ആൻസെസ്ട്രൽ ലാംഗ്വേജ്. അതായത് ഈ ഭാഷ ഇവിടാണ് അവർക്ക് വ്യത്യാസം. ആൻഡ് ഈ വ്യത്യാസം വന്നത് ഈ സൗണ്ട് കാരണോ അല്ലെങ്കിൽ ഈ കുറെ കോൺസണൻസ് ഒരുമിച്ച് വന്നത്, എന്തെങ്കിലും ഒരു കാര്യം. ഓക്കെ. അപ്പോ അതൊന്ന്. വേറൊരു രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ ഒരു നമ്മൾ സെന്റൻസ് ഉണ്ടാക്കുമ്പോൾ ഒരു ഓർഡർ ഉണ്ട്. എന്താ ഓർഡർ എന്നറിയോ? സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, വേർബ്. അതായത് സബ്ജക്റ്റ് ഞാൻ, ഒബ്ജക്റ്റ് മാങ്ങ, വേർബ് കഴിച്ചു. ഞാൻ മാങ്ങ കഴിച്ചു. നിങ്ങളത് ഇംഗ്ലീഷിലാക്കിക്കേ. അതെ, അവിടുത്തെ ഓർഡർ മാറും. അവിടെ സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ്. ഐ ഏറ്റ് മാംഗോ. അപ്പം മലയാളം, തമിഴ്, കന്നഡ ഇവിടെ ഒക്കെ ഈ ഒരു പാറ്റേൺ ആണ്, വിച്ച് ഇസ് സബ്ജക്റ്റ് ഒബ്ജക്റ്റ് വേർബ്. ഞാൻ മാങ്ങ കഴിച്ചു. വേറെ ഭാഷയിലാക്കിയാൽ ഈ ദ്രാവിഡ ഭാഷകളിൽ അങ്ങനെ തന്നെ വരും. സോ ദാറ്റ് ബിക്കംസ് അനദർ കോമൺ സ്ട്രക്ചർ. അപ്പൊ നമ്മൾ അങ്ങനെയാണ് ഇവരൊരു ഫാമിലി ആണോ എന്ന് അറിയുന്നില്ല. അത് വേർഡ്സ് കോമൺ ആകുമ്പോൾ നമ്മൾ ഫാമിലി ആക്കൂല. ഇവരുടെ കുറെ കൂടെ നമുക്ക് ബോറോ ചെയ്യാൻ പറ്റാത്ത കുറച്ചുകൂടെ സ്ട്രോങ് കാര്യങ്ങൾ ലൈക്ക് ഗ്രാമർ, സെന്റൻസ് സ്ട്രക്ചർ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഫാമിലി ആക്കും. വേറെ വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം പറയാം. അഗ്ലൂട്ടിനേഷൻ എന്ന് പറയും. അതായത് നമ്മൾ ഒരു വാക്കിന്റെ ആ വാക്കിലോട്ട് നമ്മൾ ചേർത്തുകൊണ്ടിരിക്കും. അതായത് ഒരു സെപ്പറേറ്റ് വേർഡ്, എല്ലാ കാര്യത്തിലും ഒരു സെപ്പറേറ്റ് വേർഡ് യൂസ് ചെയ്യാതെ നമ്മൾ ഒരേ വേർഡിൽ തന്നെ ആ വേർഡിന്റെ അവസാനം നമ്മൾ കുറച്ച് മാറ്റി പോകും. ഞാൻ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു വേർഡിന് തന്നെ നമുക്കൊരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് എൻഡിങ് കൊടുക്കുകയാണെങ്കിൽ അതൊരു പ്ലൂറൽ എൻഡിങ് ആണ്. അതായത് അതിന്റെ സാധനം ആ നൗൺ കുറെ ഉണ്ട്, അതുകൊണ്ട് അത് പ്ലൂറലായി. ഇല്ലെങ്കിൽ അവിടെ നമുക്കൊരു പൊസസീവ് എൻഡിങ് കൊടുക്കാം. ഇൻ ദ സെൻസ് ഇത് അയാളുടെയാ എന്ന രീതിയിൽ. ഫോർ എക്സാമ്പിൾ ഇമാജിൻ ചൈൽഡ്, കുട്ടി. അപ്പോ ഈ കുട്ടി, നമ്മള് കുറെ കുട്ടികൾ വരുമ്പോൾ നമ്മൾ എന്താ പറയുക? കുട്ടികൾ, ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ കുട്ടികൾ എന്ന് പറയും, അല്ലെ? അപ്പൊ നമ്മുടെ അതിന്റെ അവസാനമാണ് മാറ്റിയത്. അപ്പോ ഈ പിള്ളേരുടെ എല്ലാവരുടെയും ടിഫിൻ ബോക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ പറയും? കുട്ടികളുടെ ടിഫിൻ ബോക്സ്.
അല്ലേ? മനസ്സിലായോ? അപ്പം അല്ലെ നമ്മൾ പറയുക ഇവർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഫുഡാ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാ പറയാ? കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഫുഡാ, കുട്ടികൾക്ക് കൊടുക്കാമോ, അങ്ങനെ. അപ്പോൾ അല്ലെ നമ്മൾ പറയാം ഈ പിള്ളേരിൽ നമുക്ക് കുറച്ച് വാല്യൂസ് ഇൻസ്റ്റിൽ ചെയ്യണം എന്ന് പറയാം കുട്ടികളിൽ കുറച്ച് വാല്യൂസ്, അങ്ങനെ. അപ്പൊ നമ്മൾ ഓരോ വേർഡിന്റെ പുറകിൽ, അതായത് എൻഡിങ്ങിൽ നമ്മൾ ഓരോരോ സഫിക്സ് കൊടുത്ത് നമ്മൾ വേർഡ്സ് മാറ്റും. ദാറ്റ് ഇസ് അഗൈൻ വൺ കോമൺ തിങ് നമ്മുടെ ഈ ദ്രാവിഡ ഭാഷകളിലുള്ള ഒരു കാര്യമാണ്. വേറെ എക്സാമ്പിൾ പറയാം. ഞാൻ മുമ്പേ പറഞ്ഞു വാ. അപ്പം വായുടെ ആ ഒറിജിനൽ ഫോം എങ്ങനെയാ? വാ. ഇപ്പൊ ഞാൻ വരാൻ പറയുവാണെങ്കിൽ വാ, അത് കോമൺ ആയിട്ട് പറയാം. കൊളോക്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ വാ എന്ന് പറയും. പക്ഷെ അതിന്റെ ഒറിജിനൽ ഫോം എന്താ? വരിക. അപ്പോ പാസ്റ്റ് ടെൻസ് എന്താ? വന്നു, അല്ലെ? പക്ഷെ പ്രസന്റ് കണ്ടിന്യൂസ് വരുന്നു ആൻഡ് വരും. അപ്പൊ നമ്മൾ ഈ വേർഡിന്റെ എൻഡിങ് മാറ്റി ഇഷ്ടം പോലെ കാര്യങ്ങൾ ഉണ്ടാക്കാം. സോ ദാറ്റ് ഇസ് വൺ തിങ്. ഓൾസോ വേറൊരു കാര്യം, അത് ഇംഗ്ലീഷും മലയാളം എടുക്കുമ്പോൾ വളരെ വ്യത്യാസമായിട്ട് തോന്നുന്നൊരു കാര്യമാണ്. കേസസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ പറയാ ടു ദ ഹൗസ്, ഫ്രം ദ ഹൗസ്, ഇൻ ദ ഹൗസ്. ഓക്കെ, ഇതൊക്കെ ഓരോരോ വേർഡ്സ്. അതായത് അപ്പൊ ഇതൊക്കെ ഈ വേർഡ്സ്, ഈ ഫ്രേസസ് ഒക്കെ മലയാളത്തിലാക്കിക്കേ. ഐ എം ഗോയിങ് ടു ദ ഹൗസ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ പറയാ? ടു ദ ആണ് ഇംഗ്ലീഷിൽ പറയുന്നത്. പക്ഷെ മലയാളത്തിൽ വരുമ്പോൾ വീട്ടിലേക്ക്, അത് ആ വീടുമായിട്ട് അങ്ങ് ചേർന്നു. വീട്ടിലേക്ക് പോവുകയാണ്. അത് വെട്ടാൻ പറ്റുമോ? വീട് ഇലേക്ക് എന്ന് പറയാൻ പറ്റില്ലല്ലോ. വീട്ടിലേക്ക് പോവുകയാണ്. അല്ലാതെങ്കിൽ ഇപ്പം ഐ ആം കമ്മിങ് ഫ്രം ദ ഹൗസ്, ഞാൻ വീട്ടിൽ നിന്ന് വരുവാണെന്ന് പറയുകയാണെങ്കിൽ വീട്ടിൽ നിന്ന്, വീട് ടിൽ നിന്ന്. മനസ്സിലാവുന്നുണ്ടോ? സോ ഇത് ഇസ് അഗൈൻ എ കോമൺ തിങ് വിച്ച് ഇസ് ദെയർ ഇൻ ഓൾ ദീസ് ദ്രാവിഡ ഭാഷകൾ. അപ്പോൾ അവരൊരു ഫാമിലിയാണ്, അല്ലെ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കുറേ സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളപ്പോൾ അവരെയൊക്കെ നമ്മളൊരു ഫാമിലി ആക്കും. പക്ഷെ വേർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കടമെടുത്തെന്ന് വെച്ചാൽ നമ്മൾ ഫാമിലി ആവത്തില്ല. പറയാൻ മറന്നുപോയി, വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് we have a lot of retroflex consonants. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് if you think about it. retroflex consonants എന്ന് പറഞ്ഞാൽ നമ്മൾ നാക്ക് മടക്കി ഉണ്ടാക്കുന്ന സൗണ്ട്സ്. ഡ, ണ, ള, ഴ. ഈ നാക്ക് കേൾ ചെയ്തിട്ട് ഉണ്ടാക്കുന്ന സൗണ്ട്സ്. ഇതൊക്കെ ഇപ്പൊ വേറെ കുറെ ഭാഷകളിൽ ഈ സൗണ്ട്സ് കാണും. പക്ഷെ ഇതൊക്കെ ഒരു ദ്രാവിഡ ഭാഷകളിലെ ഒരു പ്രോമിനന്റ് ആയ ഫീച്ചറാണ് ഈ റെട്രോഫ്ലെക്സ് സൗണ്ട്സ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ? കുറേ കാര്യങ്ങളിലെ റൂൾസ് അവർ സ്റ്റഡി ചെയ്യുമ്പോൾ ഈ ഭാഷകളിലൊക്കെ ഒരു സിമിലാരിറ്റി ഏതൊക്കെയോ രീതിയിലുണ്ട്. അങ്ങനെയാണ് അവർ ഈ പുറകോട്ട് പോയി ഓരോരോ ഭാഷ കണ്ടുപിടിക്കുന്നത്. ഓരോരോ ഭാഷ അവർ റീകൺസ്ട്രക്ട് ചെയ്യുന്നത് ടു സേ ദാറ്റ് ഇവിടെ നിന്നാണ് ഈ ഭാഷകളൊക്കെ വന്നതെന്ന്, അല്ലേ? താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.